വൃന്ദാവന എന്നുള്ള ആ വരി എത്ര ടൈപ്പ് ഓഫ് സംഗതികളുണ്ട്? വൃന്ദാവന വൃന്ദാവന അവിടെ വേറെ 3-4 ഉണ്ടോ? രണ്ടല്ല. പാടി കാണിക്കാമോ? ഒന്നും പാടും. വൃന്ദാവന അവിടെ കട്ട് പീസ് വരരുത്. വൃന്ദാവന അടുത്തത് വൃന്ദാവന പിന്നെ പിന്നെ ഷഡ്ജത്തിൽ പോകുന്നുണ്ടോ? അത് പോകുന്നുണ്ടോ? അങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ? വൃന്ദാവന അങ്ങനെ പറ്റുമോ? സോങ്ങിലില്ല. ഇല്ല, നല്ലൊരു പാട്ടുകാരിയല്ലേ, ചോദിച്ചതാണ്. സ്പീഡി വാ. വൃന്ദാവന ചോദിച്ചതേ ഉള്ളൂ, പറ്റുമോന്നറിയാം. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ, ഈ ഗോപികമാർ എന്നുള്ള സ്ഥലം, പിന്നെ ഈ തുടങ്ങുന്നുണ്ടല്ലോ താനിന, അത് കൃത്യമായിട്ട് തുടങ്ങി. അതെ, അവിടെ ആട്ടം വേണ്ട, ചിലയിടത്തൊക്കെ ഒന്ന് ആടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു സ്ഥലം എന്ന് വെച്ചാല് ഈ യമുനയിലേതോ ആ ഗ്ലൈഡ്, അതെ, തേടി എന്ന് പറഞ്ഞാൽ തേടിയ പോലെ തോന്നട്ടെ. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട്. നേരത്തെ ഒരു സംശയം തോന്നിക്ക് എനിക്ക്, കാരണം ആ നോട്ട്സിൻ്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റിക്ക് ഒരു സംശയം തോന്നി. പക്ഷെ ടോട്ടലി വളരെ മനോഹരമായിട്ട് പാടി. അടിപൊളി യുണീക്കായിട്ടുള്ളൊരു ശബ്ദമാണ് കേട്ടോ. ദൈവം അനുഗ്രഹിച്ചെന്നൊരു ശബ്ദമാണ്. അതായത് ആരെയും അനുകരിക്കാത്ത ഒരു ശബ്ദം, എന്നാൽ ആരുടെയൊക്കെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഛായ, ഒരു ടിൻറ്റുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വോയിസ്, നന്നായിട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടി. ഞാനിപ്പോൾ വെറുതെ വൃന്ദാവന എന്ന് ചോദിച്ചതാണ്, അത് ഇത്രയും നിമിഷം കൊണ്ട് പാടിയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഈ അരയോളം വെള്ളത്തിൽ ഗോപികമാർ മർജനാക്കിയതിന് ഗോപികമാരെ വെള്ളത്തിൽ മുക്കി കൊന്നോ? അല്ല, എന്തായിരുന്നു അത്? അങ്ങനെ ഒരു ആക്ഷൻ കണ്ടു, എന്തായിരുന്നു അത്? അതിനാരെങ്കിലും മുക്കി കൊല്ലണോ നിനക്ക്? പിന്നെ അതൊന്ന് പാടിയേ, ആ ഒരു ലൈനൊന്ന് പാടി. ഇപ്രാവശ്യം ആരാ മരിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒരമുക്കായിരുന്നു. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒന്നാം സ്ത്രീകളല്ലേ ഗോപികമാർ. ഞാൻ ഒരിക്കലും അത് അനുവദിച്ച് തരത്തില്ല. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും നന്നായിട്ട് പാടി. താങ്ക് യു.